പറഞ്ഞ് മടുത്ത രാഷ്ട്രീയക്കാരോടല്ല. ഇതിലെ എങ്ങനെ ജീവൻ കൊണ്ട് പോകും? അടിച്ചുപോയി ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കട്ടിക്കയം വാട്ടർഫോൾസിലേക്കാണ്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. പെട്ടെന്ന് പൂട്ടി ഇറങ്ങടേ. അങ്ങനെ ബിത്തു ബ്രോ ഇറങ്ങിയിരിക്കുന്നു കടയിൽ നിന്ന്. അങ്ങനെ ഇതാ ഷിബിൻ ബ്രോയും നമ്മുടെ മൂലരത്തു നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ കാഞ്ഞാറ് വഴി കയറണം. ഇതാ നമ്മളെ പിടിക്കാൻ നമ്മുടെ പോലീസുകാർ. ഇലക്ട്രിക് വണ്ടി അതും ഇലക്ട്രിക്. അതൊന്ന് വണ്ടി ഓടിച്ചു നോക്കണം. നമ്മുടെ പമ്പൻ ബ്രോയും വന്നിരിക്കുകയാണ്. ഡേവിസൺ അല്ലേ? ഇതാണ് നമ്മുടെ കാഞ്ഞാർ ടൗൺ പോലീസ് സ്റ്റേഷനാണത്. അപ്പോൾ മൂലൂരിന്ന് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ കാഞ്ഞാറിൽ നമുക്ക് ലെഫ്റ്റ് കയറി വരാം. തൊടുപുഴയിൽ നിന്ന് വരുന്നവർക്ക് ഏതാണ് എളുപ്പം? നമുക്ക് മുട്ടം വഴി ഇതുവഴി വരുന്നതന്നെ എളുപ്പം. മുട്ടം ഈരാറ്റുപേട്ട വഴി തിരിയുന്നത് അത് നല്ല റൂട്ടാണ്. ഈ റൂട്ട് എങ്ങനെയാണെന്ന് ഇപ്പോഴത്തെ കാര്യം നമുക്ക് അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഒരു ബോർഡുണ്ട് നമുക്ക്, അതായത് ഇലവീഴ പൂഞ്ചിറ, മലങ്കര ഡാം, തൊമ്മൻകുത്ത്, അങ്ങനെ 3. അപ്പോൾ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് നമുക്ക് ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, കട്ടിക്കയം വാട്ടർഫോൾസ് ഒക്കെ പോകേണ്ട റൂട്ട് ഇതാണ്. വേറൊരു കാര്യം പറയാനുള്ളത് ഗൈസ്, നമ്മൾ പോകുമ്പോൾ നമുക്ക് നല്ല വ്യൂ കിട്ടി പോകണമെങ്കിൽ നമ്മൾ ഈ കാഞ്ഞാറ് വഴി തന്നെ കയറി പോകണം. ആ വഴി അത്ര വ്യൂ ഇല്ലെന്ന് തോന്നുന്നില്ലടാ. അത്ര നല്ല വ്യൂ ഒന്നുമില്ല. നമ്മൾ പോയിട്ടുണ്ട് പണ്ട്. ഒരുപാട് വ്യൂ പോയിന്റ്സും. അതെ, ഇവിടെ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് വ്യൂ പോയിന്റ്സും. ഗൈസ്, ഇവിടം വരെ എത്തി. കാഞ്ഞാറിന്ന് കയറി നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ബോർഡുണ്ട്, ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഈ റൂട്ടാണ് നമുക്ക് നമ്മുടെ വോളിബോൾ ഗ്രൗണ്ട്. ഇവിടെ നമ്മൾ കുറേ കളികൾ വന്ന് കളിച്ചിട്ടുള്ള ഗ്രൗണ്ടാട്ടോ അത്. നല്ലൊരു കളി നടക്കുന്ന ഗ്രൗണ്ടാണ്. നല്ല നാട്ടുകാരാണ് ഇവിടുത്തെ. നല്ല നാട്ടുകാരാണ്. നല്ല സപ്പോർട്ട്, അതായത് ഈ സ്പോർട്സിലൊക്കെ നല്ല സപ്പോർട്ട് തരുന്ന ആൾക്കാരാണ് ഇവിടെ. ഗൈസ്, നമ്മൾ ഇവിടം വരെ വരുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിലേക്ക് പോകുന്ന ഇലവീഴ പൂഞ്ചിറയാണ്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലിക്കൽ കല്ലിലേക്ക് പോകും. പള്ളിയുടെ പേരാണോ? തോമസ് CSI ചർച്ച്.
പുറത്തേക്ക് എടുക്കേണ്ടി വരും. ഞങ്ങൾ തെറി പറഞ്ഞ് മടുത്ത രാഷ്ട്രീയക്കാരോടല്ല. റോഡല്ല ഇതിലെ എങ്ങനെ ജീവൻ ഒന്നും കൊണ്ട് പോകും? വോട്ട് ചെയ്യാൻ വരുമ്പോഴൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ വോട്ട് മേടിച്ചാലോ എങ്ങനെയാണ് ഞാൻ പോകുന്നതെന്ന്. അന്നേരം അവർ വണ്ടി ഇടുന്നുണ്ട്. ഡെയിലി ഈ വണ്ടി കൊണ്ടൊക്കെ പോയി നമുക്ക് അന്നേരം അവർ പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി ഇടുന്നുണ്ട് വോട്ട് ചെയ്യാൻ പോകാൻ. വേറെ ഒരു ആവശ്യത്തിന് പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഞാനൊരു 5 കൊല്ലമായിട്ട് വരുന്നവരെല്ലാം പറയാറുണ്ട്, ഞാനൊട്ട് ചെയ്യാറുമില്ല. അത്രേ ഉള്ളൂ. എൻ്റെ വീട് ഇവിടെ തന്നെയാണോ? അടുത്തന്നെയാണോ? ഒരു 1 കിലോമീറ്ററോടെ മുകളിൽ. ഞാൻ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും പാലും കൊണ്ട് പോകുന്നതാണ്. കഴിഞ്ഞ ഇലക്ഷന് വന്നപ്പോൾ പറഞ്ഞതാ ബസ് അനുവദിക്കും. ഇതിലെ ബസ് എന്ന് പറയുന്ന സംഭവമില്ല. വഴി നന്നായാലല്ലേ ബസ് വരുള്ളൂ. ഇന്നല്ലേ ഇതെങ്ങനെ ബസ് വരാനോ? നാട്ടുകാർ കുറേ പേര് രാഷ്ട്രീയക്കാരുടെ കൂടെ തൂങ്ങാൻ കാണും. അതുകൊണ്ട് അവർക്കും പറയാൻ മേല. പ്രതികരിക്കണം. ഇനിയെങ്കിലും നമ്മൾ പ്രതികരിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ടാണോ ആണോ? വരുന്നവരോടൊക്കെ ഞാൻ പറയുന്നത് ഇതുള്ള നമ്മൾ പ്രതികരിക്കണം, അല്ല നടക്കൂല. ഈ സ്വർണ്ണക്കടത്തും ഈ കേസ് കെട്ടുകളിലാണല്ലോ അപ്പൊ എല്ലാവരും. 2 പാറമട ഉണ്ടായിരുന്നു ഇവിടെ. ഒന്ന് ഇത് ഈ കാണുന്നു. ആ പാറമട കൊണ്ട് ഈ റോഡ് ഇങ്ങനെ ആയിപ്പോയത്. മേളിലേക്കാണോ ഈ വെള്ളച്ചാട്ടം? വണ്ടിയിലിരിക്കാൻ പറ്റും, ദൈവത്തിന് അറിയാം. ഇത് വീട്ടിലേക്കാ തന്നെ കാണാമെന്ന് പറഞ്ഞാൽ ചായ കുടിച്ചിട്ട് പോയാലും. നല്ലൊരു ഡ്രൈവറാണ്, നമ്മളെ കണ്ടപ്പോൾ തന്നെ പുള്ളി. ഇങ്ങനെയുള്ള നല്ല ആൾക്കാർ നല്ലൊരു ഡ്രൈവർ ചേട്ടനാണ്. ഇവിടെ തന്നെയാണോ വാട്ടർഫോൾസ്? വണ്ടി വരുള്ളൂ അല്ലേ? ആ, ഒത്തിരി ഉണ്ട് നടക്കാൻ. പക്ഷെ പോണ വഴി അടിപൊളിയാ. പോണ വഴി വേറെ വൈബാണ്. നല്ല സംശയമുണ്ട്. വീട്ടിലേക്കൊക്കെ ഈ സൗണ്ട് ചെവി ഓർത്തങ്ങ് പോയാൽ മതി. പക്ഷെ ഇതുണ്ട് പ്ലാസ്റ്റിക് ഇതിലെ വ്യൂ ആണ് കേസ് ഇവിടെ. നോക്കി ഇതിന്റെ താഴെ സുരക്ഷയില്ലാത്ത വ്യൂ ആണ് കൈസ് ഇവിടെ. അത്യാവശ്യം ഇവിടെ നിന്നുള്ള വെള്ളമാണ് താഴത്തേക്ക് ഇറങ്ങിയതൊരു വലിയ വെള്ളച്ചാട്ടമായി മാറി വരുന്നത്.
അതിലേക്ക് ചെറിയ വഴിയാണ് ഗൈസ്. എന്തായാലും ഫുള്ളി വൈബാണ് ഇവിടെ. നല്ല ഫ്രഷ് എയറും. എല്ലാവരും വരണം ഗൈസ് ഇങ്ങോട്ട്. അത്യാവശ്യം ട്രക്കിങ്ങും അത്യാവശ്യം നല്ല പ്രകൃതി ഭംഗിയും അതിനോട് ഒത്തുചേർന്നൊരു വെള്ളച്ചാട്ടവും. വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മളിതുവരെ എത്തിയില്ല. ഗൈസ് പൊളിയാണ് ഗൈസ്. എന്ത് നല്ല സൂപ്പർ തണുപ്പും വ്യൂ ഉണ്ട് ഗൈസ്. വ്യൂ ഉണ്ടല്ലേ ഗൈസ്. പൊളിയാണ് ഗൈസ്. രക്ഷയിൽ എല്ലാവരും വരണം. വരുമ്പോൾ 2 തോർത്തും ഒരു സോപ്പും എടുക്കണം ഗൈസ്. അത് മറക്കരുത് ഒരിക്കലും. ഒരു രക്ഷയില്ല. നല്ല തണുപ്പ്. ഗൈസ് കേറ്റ സീനാണ് ഗൈസ്. സീനാണ് ഗൈസ്. ടാസ്കാണ്. ഇറങ്ങാൻ നല്ല സുഖമാണ്, പക്ഷെ കേറാൻ ശ്വാസം അത്യാവശ്യം ശ്വാസമുള്ളവരൊക്കെ വരിക. അയ്യോ വലിയുള്ളവരെ ശ്രദ്ധിക്കുക. മാക്സിമം ഈ ഫോട്ടോ ഒഴിവാക്കുക. ഗൈസ് അടിച്ചുപോയി ഗൈസ്.
ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ട്, വെറുതെ വീട്ടിൽ ഇരുന്നിരുന്ന് അയ്യോ സ്റ്റാമിന എല്ലാം പോയി. ഒരു ചെറിയ കയറ്റം പോലും നമ്മളെ കൊണ്ട്. പണ്ട് ഇതൊക്കെ ഓടി ചാടി നടന്നവരാണ് ആ ഫ്രണ്ടിൽ പോകുന്നത്. ആ ഫ്രണ്ടിൽ പോകുന്ന പമ്പൻ. ഇനി നമുക്ക് ഇല്ലിക്കക്കല്ല് കൂടെ പോകേണ്ടതുണ്ട്. രക്ഷയില്ല കൈസ്. നമ്മൾ എത്ര മടുത്താലും ഈ വ്യൂ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എല്ലാം മടുക്കും. മഴ വരുന്നുണ്ട്, അതിൻ്റെ വണ്ടികളൊക്കെ വന്നില്ല. നമുക്ക് ബായ് വീഡിയോ ഇട്ട് എടുക്കണത്. അടിച്ചുപോയി ഗൈസ്, അടിച്ചുപോയി ഗൈസ്. ഇങ്ങനെയൊന്നും അല്ലടാ, ഞങ്ങൾ നേരത്തെ വന്ന ഇല്ലിക്കല്ല് ഇങ്ങനെയൊന്നും അല്ലടാ. പക്ഷേ പേര് പറഞ്ഞു കട്ടിക്കായി ഇങ്ങനെ അല്ലടാ. ഗൈസ് അങ്ങനെ നമ്മൾ കട്ടിക്കയം വാട്ടർഫോൾസ് കയറി ഒന്ന് ഇറങ്ങി. അത്യാവശ്യം ടയർഡായിട്ടുണ്ട്, എന്നാലും കിടിലം വ്യൂ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വരണം ഇങ്ങോട്ട്, ഉറപ്പായിട്ടും വരണം. അത്യാവശ്യം ട്രക്കിങ് ആഗ്രഹിക്കുന്നവരെല്ലാം ഇങ്ങോട്ട് വരണം. അത്യാവശ്യം കുറച്ച് നടക്കാണ്ട് നമുക്ക്. നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്, ഗ്യാരണ്ടിയാണ്. എങ്ങനെയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഈ ചാനലിൽ മെസ്സേജ് അയയ്ക്കുക, താഴെ ഇൻബോക്സിൽ മെസ്സേജ് അയയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക, ഞാൻ ഫോൺ നമ്പർ താഴെ കൊടുക്കാം. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം.